ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. ഇത് ഞാൻ വാങ്ങിച്ച 433 MHz ട്രാൻസ്മിറ്ററും റിസീവറും മോഡ്യൂളുകളാണ്. ഇതിൽ 3 എണ്ണം ഓൺലൈനായിട്ട് വാങ്ങിച്ചതും 2 എണ്ണം ലോക്കൽ മാർക്കറ്റിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഞാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു RF സ്വിച്ചിലേക്ക് വേണ്ടിയാണ് ഇതെല്ലാം ഞാൻ വാങ്ങിച്ചത്. ഇതതിൻ്റെ റിസീവർ മോഡ്യൂളാണ്. ഇതിനകത്ത് ഒരുപാട് SMD കമ്പോണൻസ് ഒക്കെ ഉണ്ട്. പിന്നെ LC ഓസിലേറ്ററാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരു IFT പോലത്തെ ഒരു ഫെറൈറ്റിൽ കോറിൽ വർക്ക് ചെയ്യുന്ന ഒരു സാധനമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാനൊരു RF സ്വിച്ചിന് വേണ്ടിയാണ് ഇത് വാങ്ങിച്ചത്. അപ്പം എത്ര നോക്കിയിട്ട് ഇത് വർക്ക് ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഇത് റിസീവർ മാറ്റി നോക്കി, 2-3 എണ്ണം മാറ്റി നോക്കി, ട്രാൻസ്മിറ്റർ മാറ്റി നോക്കി, എന്നിട്ടൊന്നും ഇത് വർക്ക് ചെയ്യുന്നില്ല. എത്ര നോക്കിയിട്ടും ഫോൾട്ട് എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് RF മോഡ്യൂളിനെ മാറ്റി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തു. അപ്പം സർക്യൂട്ട് വർക്കിംഗ് ആണ്. അതിനുശേഷം ഞാൻ RF മോഡ്യൂൾ പിന്നെയും കണക്ട് ചെയ്ത് നോക്കി, പക്ഷേ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എനിക്കൊരു ഡൗട്ട്, ഇനിയിപ്പം ട്രാൻസ്മിറ്ററിൻ്റെ റിസീവറിൻ്റെ പ്രോബ്ലം ആയിരിക്കുമോ? അങ്ങനെ ഞാൻ എന്തിനും 3-4 എണ്ണം മാറ്റി നോക്കിയപ്പോഴും ഓരോന്നിനും ഓരോ ടൈപ്പ് സിംറ്റംസാണ് കാണിക്കുന്നത്. ചില ട്രാൻസ്മിറ്ററും റിസീവറും കണക്ട് ചെയ്യുമ്പോൾ ഇല്ലേ, എനിക്ക് എന്താ പറ്റുന്നത് വെച്ചാൽ ട്രാൻസ്മിറ്ററിൻ്റെ വയറിന് ആൻറ്റിന വയർ അതെടുത്ത് റിസീവറിൽ കണക്ട് ചെയ്യുമ്പോൾ വർക്ക് ചെയ്യും, റിസീവറിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല. അങ്ങനത്തെ പല സിംറ്റംസും കിട്ടി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ട്രാൻസ്മിറ്ററിൻ്റെ റിസീവറിൻ്റെ പ്രോബ്ലം ആയിരിക്കുന്നു. അപ്പം അങ്ങനെ ഞാൻ എൻ്റെ സർക്യൂട്ട് മാറ്റിയിട്ട് ട്രാൻസ്മിറ്ററും റിസീവറും മാത്രം വർക്ക് ചെയ്തു. അങ്ങനെ വെച്ചപ്പോൾ കണ്ടുപിടിച്ചാണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ള 3 എണ്ണം റിസീവർ വർക്കിങ്ങേ ചെയ്യുന്നില്ല. റൈറ്റ് സൈഡ് ടോപ്പിലായിട്ടുള്ള റിസീവറിൽ റേഞ്ച് വളരെ കുറവ്, ഒരു 5-6 ഫീറ്റ് അത്ര മാത്രമേ റേഞ്ച് ഉള്ളൂ. അതും നല്ല ആൻറ്റിന കൊടുത്തതിന് ശേഷം. മാത്രമല്ല ഈ ഒരു ട്രാൻസ്മിറ്റർ ആണെന്നുണ്ടെങ്കിൽ വർക്കിംഗ് പോലും ചെയ്യുന്നില്ല, ഒരു സിംഗിൾ സിഗ്നൽ പോലും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇതിനകത്ത് ആകെ ഒരു 2 ട്രാൻസിസ്റ്ററും പിന്നെ ഒരു ക്രിസ്റ്റലും 433 MHz ക്രിസ്റ്റലും പിന്നെ ഒരു ഇൻഡക്ടറും മാത്രമേ ഉള്ളൂ. എന്നിട്ടാണ് ഇത് വർക്ക് ചെയ്യാത്തത്. അവസാനത്തെ കൺക്ലൂഷൻ ഇതാണ്, ലെഫ്റ്റ് സൈഡിൽ മുകളിലുള്ള 3 റിസീവറും ട്രാൻസ്മിറ്ററും ഒരല്പം പോലും വർക്ക് ചെയ്യുന്നില്ല. റൈറ്റ് സൈഡിലുള്ള റിസീവറിന് റേഞ്ച് ഭയങ്കര കുറവ്. പിന്നെ താഴെയുള്ള സാധനങ്ങളിൽ ഒരു റിസീവർ മാത്രം വർക്കിംഗ്, ബാക്കി 4 ട്രാൻസ്മിറ്ററും വർക്കിംഗ് ആണ്. നല്ല റേഞ്ച് ഉണ്ട്. ഇത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തതാണ്. അതായത് 5 പെയർ വാങ്ങിച്ചിട്ട് ഒരു റിസീവർ മാത്രം വർക്കിംഗ്, 4 ട്രാൻസ്മിറ്ററും വർക്കിംഗ്, ബാക്കി ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ സർക്യൂട്ടെല്ലാം അസംബിൾ ചെയ്തതിന് ശേഷം ഇത് കണക്ട് ചെയ്യുമ്പോഴായിരിക്കും വർക്ക് ചെയ്യാത്തത്. അപ്പം പിന്നെ നമ്മൾ സർക്യൂട്ടിനെ ഇത് കുറ്റം പറയുള്ളൂ. സർക്യൂട്ട് എന്തോ പ്രോബ്ലം ഉണ്ട്, ഒന്നുകിൽ സർക്യൂട്ട് പ്രോബ്ലം, ഇല്ലെങ്കിൽ നിങ്ങൾ അസംബിൾ ചെയ്ത പ്രോബ്ലം. ഒരിക്കലും നമ്മൾ ഇതിനെ കുറ്റം പറയില്ല, കാരണം മൾട്ടിപ്പിൾ റിസീവേഴ്സ് വെച്ചിട്ടും അത് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ സർക്യൂട്ടിനെ തന്നെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. വെറുതെ സമയം കളയാന്നല്ലാതെ വേറെ ഒരു വഴിയില്ല. ഈ റിസീവർ വർക്ക് ചെയ്യുന്നത് LC ഓസിലേറ്ററാണ്. നിങ്ങൾക്ക് കാണാം IFT പോലത്തെ ഒരു സാധനം. അതിൻ്റെ കോർ അഡ്ജസ്റ്റ് ചെയ്ത് 433 MHz റെസൊണേറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇതിപ്പം തറയിൽ വല്ലതും വീഴുന്നു കഴിഞ്ഞാൽ ഈ കോർ അനങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീക്വൻസി മാറും. പക്ഷേ ഈ മോഡ്യൂളും 433 MHz വർക്ക് ചെയ്തേക്കുന്നത്. പക്ഷേ അത് യൂസ് ചെയ്തേക്കുന്നത് ക്രിസ്റ്റൽ ഓസിലേറ്ററാണ്. അപ്പോൾ അവിടെ തറയിൽ വീഴുന്ന എന്തെങ്കിലും പ്രോബ്ലം പറ്റുമോ എന്നുള്ള പേടിയൊന്നും വേണ്ട. മാത്രമല്ല ഇതിനകത്ത് ഒരു ICയും പിന്നെ ഒരു ക്രിസ്റ്റലും പിന്നെ കുറച്ച് SMD കോമ്പണൻസും മാത്രമേ ഉള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ 4 പെയർ ഇതിൻ്റെ വാങ്ങിച്ചിട്ടുണ്ട്, അതിൽ 4ഉം വർക്കിംഗ് ആണ്. പക്ഷേ മറ്റേതിൻ്റെ 5 പെയർ വാങ്ങിച്ചു, അതിൽ 4 റിസീവറും പോക്കാണ്. ആകെ ഒരു റിസീവറും 4 ട്രാൻസ്മിറ്ററും മാത്രമേ വർക്കിംഗ് ആവുന്നുള്ളൂ. പിന്നെ ഈ റെഡ് കളർ ട്രാൻസ്സീവറിന് ഒരു അല്പം കോസ്റ്റ് കൂടുതലാണ് മറ്റേതിനെ അപേക്ഷിച്ച്. പക്ഷേ നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റും, അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതുകൊണ്ട് തന്നെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് റെഡ് കളറാണ്. പിന്നെ അതിൻ്റെ ലെങ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരല്പം നീളം കൂടുതലാണ് ഈ റെഡ് കളറിന്, പക്ഷേ എന്നാലും കുഴപ്പമില്ല. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മാത്രമല്ല എന്തെങ്കിലും സജഷൻസോ ഡൗട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻ്റ് എഴുതി ചോദിക്കാൻ മറക്കരുത്, ഞാൻ ഉത്തരം നൽകാം. പിന്നെ നിങ്ങളെ ഇലക്ട്രോണിക്സ് ആയിട്ട് ബന്ധമുള്ള വല്ല ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം അവരും ഇനി അബദ്ധത്തിൽ ചെന്ന് ചാടരുതല്ലോ. വർക്ക് ചെയ്യുന്നത് മാറ്റി വെച്ചിട്ട് വർക്ക് ചെയ്യാത്തതിനെ മുഴുവൻ ത്രാഷിലോട്ട് മാറ്റണം. അതാണ് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.